അമേരിക്കയുമായി ആണവ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇറാൻ ഇന്നലെ ഹോർമൂസ് കടലിടുക്കിൽ സൈനികാഭ്യാസം നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളാകെ ആശങ്കയോടെയാണ് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ പരീക്ഷണത്തെ നോക്കിക്കാണുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം എന്നതിനപ്പുറം ലോകരാഷ്ട്രങ്ങളുടെ വാണിജ്യ രംഗങ്ങളിൽ പോലും ആശങ്ക വിതയ്ക്കുന്ന ഒരു നീക്കമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അതും ചരിത്രത്തിൽ ആദ്യമായാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിടുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ഇറാന്റെ ഈ സൈനിക നീക്കം. വേണ്ടി വന്നാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ തന്നെ കടലിന്റെ അടിത്തട്ടിൽ മുക്കിക്കളയുമെന്ന ആയത്തുള്ള അലി ഖമനിയുടെ വാക്കുകൾ ഏറെക്കുറെ ശരിവെക്കുന്നതാണ് ഇറാന്റെ ഈ സൈനികാഭ്യാസം. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നല്ലൊരു പങ്ക് എണ്ണ വ്യാപാരവും നടക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇറാന്റെ എണ്ണ നീക്കമാണ് എങ്കിൽ ഏറെക്കുറെ പൂർണ്ണമായും ഹോർമൂസ് വഴിയാണ് എന്ന് പറയാം. അഥവാ ആഗോള എണ്ണ നീക്കത്തിന്റെ 20% നിയന്ത്രിക്കുന്നത് പേർഷ്യൻ ഗൾഫ് വഴിയാണ്. അതാണ് ഹോർമൂസ് കടലിടുക്ക് എന്നറിയപ്പെടുന്നത്. ഹോർമൂസിന്റെ വടക്ക് ഭാഗം ഇറാൻ നിയന്ത്രിക്കുമ്പോൾ തെക്ക് ഭാഗം നിയന്ത്രിക്കുന്നത് ഒമാനും UAEയുമാണ്. ഒമാന്റെയും UAEയുടെയും അധീശത്വത്തിലുള്ള മുസന്ദ ദ്വീപാണ് തെക്ക് ഭാഗം എന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്നു എന്ന് വരുമ്പോൾ ആഗോള തലത്തിലുള്ള എണ്ണ നീക്കത്തെയാണ് അത് ബാധിക്കുക. കാരണം പ്രതിദിനം 20 ലക്ഷം ബാരൽ എണ്ണയാണ് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ എണ്ണ നീക്കത്തിന്റെ 20%, ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 25%വും കടന്നു പോകുന്നത് വീതി കുറഞ്ഞും കൂടിയുമിരിക്കുന്ന ഈ കുപ്പിക്കഴുത്ത് കടലിടുക്കിലൂടെയാണ്. ഒരിടത്ത് വീതി കൂടിയതും മറ്റൊരിടത്ത് വീതി കുറഞ്ഞുമാണ് ഹോർമൂസ് കടലിടുക്കിന്റെ രൂപം. വീതി കൂടിയ ഭാഗത്ത് 96 കിലോമീറ്ററാണ് വീതി, കുറഞ്ഞ ഭാഗത്ത് 39 കിലോമീറ്ററും. ഇറാന് നേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുമെന്നത് ഇറാന്റെ പ്രഖ്യാപിത നയമാണ്. അതിന് കാരണമായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമങ്ങൾ ഒപ്പുവെക്കാത്ത രാജ്യങ്ങൾക്ക് ഈ പാതയിലൂടെ കടന്നു പോകാൻ അവകാശമില്ല എന്നാണ്. അമേരിക്ക ഐക്യരാഷ്ട്രസഭയുടെ ഈ നിയമങ്ങൾ ഒപ്പുവെക്കാത്ത രാജ്യമാണ്. പക്ഷേ അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ട്രാൻസിറ്റ് പാസേജ് എന്ന അവകാശം തങ്ങൾക്കുണ്ട് എന്ന് അമേരിക്കയും വാദിക്കുന്നു. ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇറാൻ ഇന്നലെ നടത്തിയ കടലിടുക്ക് അടച്ചുള്ള സൈനികാഭ്യാസം. ഇനി ഇറാനും അമേരിക്കയുമായി യുദ്ധത്തിലേക്ക് നീങ്ങിയെന്നിരിക്കട്ടെ, അതൊരു ലോകയുദ്ധം എന്ന നിലയിലേക്ക് വളർന്നു എന്നും കരുതാം. എങ്കിൽ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ഹോർമൂസ് കുപ്പിക്കഴുത്ത് അടച്ചിടും. ഇറാന്റെ കപ്പൽ പാതയിലൂടെയോ അതല്ല ഹോർമൂസ് നിയന്ത്രിക്കുന്ന UAE, ഒമാൻ എന്നിവരുടെ കപ്പൽ പാതയിലൂടെയോ വന്നാലും, അതുമല്ല അന്താരാഷ്ട്ര കപ്പൽ പാതയിലൂടെ വന്നാലും ഇറാനിയൻ വിമാനങ്ങൾക്ക് ആക്രമണം നടത്താൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാന്റെ എണ്ണ നീക്കവും ഒരു പരിധിവരെ ഭാഗികമായി UAEയുടെ എണ്ണ നീക്കവും പരാജയപ്പെടും. UAE ഒമാൻ വഴി അറബിക്കടലിലേക്ക് സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് വഴി ഒരു പരിധിവരെ എണ്ണ കൊണ്ടുപോകാൻ സാധിക്കും. സൗദിക്ക് ചെങ്കടൽ തീരവും ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ അകപ്പെടുന്നത് മറ്റൊരു കൂട്ടം രാഷ്ട്രങ്ങളാണ്. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് എന്നീ രാഷ്ട്രങ്ങളുടെ എണ്ണ വ്യാപാരമാണ് തടസ്സപ്പെടുന്നത്. ചൈനയിലേക്കുള്ള എണ്ണ വ്യാപാരം പൂർണ്ണമായും തടസ്സപ്പെടും എന്ന് തന്നെ പറയാം. വെനസ്വലയും ഇറാനുമാണ് ചൈനയുടെ എണ്ണ പങ്കാളികൾ. അതിൽ തന്നെ ചൈനയിലേക്കുള്ള എണ്ണ കയറ്റുമതിയുടെ 80% ഇറാനിൽ നിന്നാണ്. ഇത് തടസ്സപ്പെട്ടാൽ ചൈന മറ്റു മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ടി വരും. റഷ്യ ചൈനയെ സഹായിക്കുമെങ്കിലും അതിന് പരിധിയുണ്ടാകും. ഇതിനെല്ലാം പുറമെ 2011 കണക്കുകൾ പ്രകാരം ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 85%വും പോകുന്നത് ഏഷ്യൻ വിപണികളിലേക്കാണ്. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയാണ് പ്രധാന ഗുണഭോക്താക്കൾ. അതുകൊണ്ട് തന്നെ ഹോർമൂസ് അടയ്ക്കപ്പെടുന്നതോടെ എണ്ണ വിലയ്ക്ക് തീപിടിക്കും. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എണ്ണവില കുത്തനെ കയറും. ഇത് മറ്റ് മേഖലകളിലേക്കും വിലക്കയറ്റമുണ്ടാക്കും. അങ്ങനെ അമേരിക്ക ഇറാൻ സംഘർഷം ഉണ്ടാകുന്നത് ഈ 2 രാഷ്ട്രങ്ങളെ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ വാണിജ്യ വ്യാപാര മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് ഈ യുദ്ധം കാരണമാകും. ഏകദേശം 2 പതിറ്റാണ്ടിലധികമായി അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലും ഇറാനിയൻ തീരങ്ങളിലും നിരീക്ഷണം നടത്താൻ തുടങ്ങിയിട്ട്. ഇതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ വലിയ യുദ്ധക്കപ്പലുകളെ പോലും ഇറാൻ തീരത്ത് എത്തിച്ചുള്ള അമേരിക്കയുടെ സൈനിക സന്നാഹം എന്ന് കാണേണ്ടി വരും. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ പോലും മുക്കുമെന്ന ഖമനേയിയുടെ വാക്കുകളുടെ പ്രസക്തിയെയും കാണേണ്ടത്. ഒരിക്കലും കുറച്ച് കാണേണ്ടതില്ലാത്ത ഒന്ന് തന്നെയാണ് ഖമനേയിയുടെ ഈ വാക്കുകൾ എന്നതാണ് ശ്രദ്ധേയം.
ചെറിയ ബോട്ടുകളും മിസൈലുകളും ഉപയോഗിച്ച് വലിയ കപ്പലുകളെ പോലും തകർക്കാനുള്ള ശേഷി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ധൈര്യം വെച്ചാണ് അമേരിക്കയെ വിറപ്പിക്കുന്ന ഡയലോഗുകളുമായി ഖമനേയി രംഗത്തെത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇറാൻ തീരത്ത് 2000 ആണ്ടുകളുടെ തുടക്കം മുതൽ തന്നെ അമേരിക്കൻ നിരീക്ഷണം ശക്തമാണ്. 2010കളുടെ തുടക്കത്തോടെ അത് കൂടുതൽ സജീവമായി. 2011ലാണ് അമേരിക്കയുടെ RQ-170 സെന്റിനൽ ഡ്രോൺ ഇറാൻ പിടിച്ചെടുത്തത്. 2019 അമേരിക്കയുടെ RQ-4 ഗ്ലോബൽ ഹോക്ക് ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയതും ഇറാനായിരുന്നു. കാലം മാറിയെങ്കിലും ട്രൈറ്റൺ ഡ്രോണുകളുടെ ദൈനംദിന നിരീക്ഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ന് ആകാശത്ത് മാത്രമല്ല കരയിലും വെള്ളത്തിലുമുള്ള നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. 24 മണിക്കൂറും ഇറാന്റെ ആകാശത്ത് അമേരിക്ക ഡ്രോൺ നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ്. ചൊവ്വാഴ്ച അമേരിക്കയുമായി ജനീവയിൽ നിർണായകമായ ആണവ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അപ്രതീക്ഷിത സൈനികാഭ്യാസം നടത്തിയത്. ഇറാന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും കപ്പലുകളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിലെ നിശ്ചിത ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ജനീവ കൂടിക്കാഴ്ചയിലെ ചർച്ചകൾ അല്പം കൂടി ക്രിയാത്മകമായിരുന്നുവെന്നും പൊതുവായ ചില തത്വങ്ങളിൽ ധാരണയായി എന്നും അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഉടൻ ഒരു കരാറിലെത്താൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ്. ആഴ്ചകൾക്ക് മുന്നേ USS എബ്രഹാം ലിങ്കൺ പശ്ചിമേഷ്യൻ തീരത്ത് എത്തിയതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡും വൈകാതെ ഇറാൻ തീരത്തെത്തുകയും ചെയ്തു. എന്തായാലും ട്രംപ് ഓരോ ദിവസവും പല കാര്യങ്ങളാണ് പറയുന്നത്. ഇറാനെ ആക്രമിക്കുമോ എന്നത് കണ്ടറിയണം. തിരിച്ച് ഇറാൻ തിരിച്ചടിക്കുമോ എന്നതും കണ്ടറിയേണ്ടത് തന്നെയാണ്.